മാറിവാനീസ് കോളേജിൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഡോക്യുമെന്ററി ചെയ്യണമായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളുടെ ടീം ഡോക്യുമെന്ററിക്ക് സബ്ജക്റ്റ് ആയിട്ട് എടുത്തത് ചെങ്ങറ ഭൂസമരത്തെ കുറിച്ചാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെങ്ങറയിലേക്ക് പോയി. ഞങ്ങൾ പോയപ്പോൾ പ്ലാൻ ചെയ്തിരുന്നത് രാവിലെ ഷൂട്ടൊക്കെ തീർത്ത് ഒരു ദിവസം കൊണ്ട് ഷൂട്ടൊക്കെ തീർത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും മടങ്ങി എത്താം എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നാണല്ലോ പോയത്. അപ്പോ പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ആൾക്കാരൊക്കെ അന്ന് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരെ കൂടുതൽ പേരെ കാണണം എന്നുണ്ടെങ്കിൽ, അവരോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ 6 മണി വരെ വെയിറ്റ് ചെയ്യണം, 6 മണിക്ക് ശേഷം മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു ഒരു ദിവസം അവിടെ തങ്ങി, അവരുടെ വീട്ടിലൊക്കെ തന്നെ തങ്ങി. അപ്പോ ഞങ്ങൾ 6 മണിക്ക് ശേഷം ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോ എങ്ങനെയാണ് ഈ ഇരുട്ടത്ത് വിഷ്വൽ എടുക്കാൻ പറ്റുക, അവരുടെ അടുത്ത് സംസാരിക്കുന്ന വൈറ്റൊക്കെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക എന്നൊരു കൺസേൺ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ജനറേറ്റർ വാടകയ്ക്ക് എടുത്തു തന്നു. എന്നിട്ട് 1-2 ട്യൂബൊക്കെ കെട്ടി അതിന്റെ ചുവട്ടിലിരുന്നിട്ടാണ് നമ്മൾ ബൈറ്റും നമുക്ക് വേണ്ട വിഷ്വലും ഒക്കെ എടുത്തത്. വൈദ്യുതി ഒരു ആഡംബരമായി മാറുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അന്ന് ഞങ്ങൾ അവരുടെയൊക്കെ വീടുകളിൽ തങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു ദിവസമാണ് തങ്ങിയത്. പക്ഷെ അന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ, ഒരു മണ്ണെണ്ണ വിളക്കിന്റെ കീഴിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ അട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ വന്നിരിക്കും. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇതിന് തട്ടിക്കളയുകയും ഒരു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. നരിവേട്ട എനിക്ക് അനുഭവപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പറയുന്നതിനോടൊപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാം. വമ്പൻ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രോമിസ് ചെയ്യുന്ന ഒരു സിനിമയാണ് നരിവേട്ട. ഇതിന്റെ ഫ്രെയിമുകൾ എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ഒരു കഥ സഞ്ചരിക്കുന്നത് കുട്ടനാടും വയനാടും ഒക്കെയാണ്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള 2 സ്ഥലങ്ങളാണ് കുട്ടനാടും വയനാടും. ആ ഭംഗിയെ മുഴുവനായിട്ട് ഒരു ചിത്രത്തിൽ എന്ന പോലെ, ഒരു പെയിന്റിങ്ങിൽ എന്ന പോലെ ഉള്ള ഫ്രെയിമുകളാണ് ഈ സിനിമയിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഛായാഗ്രാഹകൻ വിജയ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അതിന്റെ ഭംഗിയെ, കുട്ടനാടിന്റെ ഭംഗിയെ, വയനാടിന്റെ കാടിന്റെ ഭംഗിയെ, ആ കാടിന്റെ ഒരു ഡെപ്ത് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും ആ ഫ്രെയിമിൽ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി പോയിരിക്കുന്നത്. അതിനോടൊപ്പം എടുത്തു പറയാവുന്നതാണ് ഇതിന്റെ സംഗീതം, ജെയ്ക്സ് ബിജോയുടെ സംഗീതം എന്ന് പറയുന്നത്. ഇതിലെ പാട്ടുകളെല്ലാം എന്ന് പറയുന്നത് ഈ പാട്ടിന്റെ എല്ലാത്തിന്റെ താളം എന്ന് പറയുന്നത് കാടിന്റെ താളമാണ്, കാടിന്റെ മക്കളുടെ താളമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊള്ളുന്ന രീതിയിലാണ് ഇതിന്റെ സംഗീതം എന്ന് പറയുന്നത്. ഈ പോലീസുകാർ ഇങ്ങനെ വയനാട്ടിലേക്ക് എത്തുന്ന സമയത്തുള്ള ഒരു ബീജിയം, വയനാട്ടിലെ മക്കളുടെ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്തുള്ള ഒരു ബീജിയം, അവരുടെ ആചാരങ്ങൾ, അവരുടെ ജീവിതം കാണിക്കുന്ന സമയത്തുള്ള ബീജിയം, ആ സമയത്തുള്ള ഗാനങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ അവിടെ പോയി താമസിക്കുകയാണ്, നമ്മൾ അവരോടൊപ്പം നിൽക്കുകയാണ് എന്നൊരു ഫീല് നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ ബീജിയം ഒക്കെ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പാട്ടുകളൊക്കെ പോയിരിക്കുന്നത്. പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വരികളെ കുറിച്ച് കൂടി പറയണം. ശരിക്കും ഇത് പാട്ട് അല്ലെങ്കിൽ ഒരു ഗാനം അല്ലെങ്കിൽ ഒരു കവിത എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ കൂടി പറഞ്ഞു വെക്കുന്ന രീതിയിലാണ് ഇതിന്റെ വരികൾ പോകുന്നത്. ഒത്തിരി വരികൾ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്ന ഒത്തിരി വരികളുണ്ട്. ആയുധമാകെ ഈ പാട്ടെ ആദിവാസിക്കുള്ളൂ കയ്യിൽ, ആകെ പിന്നെന്താ, ആദിവാസിക്ക് പകൽക്കിന കൊമ്പിൽ ഉറങ്ങാനായിട്ട് ഏറുമാടം താൻ അഭയം എന്ന് പറയുന്ന വരികളൊക്കെ, ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വരികൾ. പിന്നെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി പെർഫോമൻസുകളാണ്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ്. നമുക്കറിയാം ഈ വിഷയം, നരിവേട്ട എന്ന് പറയുന്ന സിനിമ എന്ത് വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എന്തിന്റെ റെഫറൻസ് എടുത്തുള്ള ആണ് എന്നുള്ളത് നമുക്കറിയാം. മുത്തങ്ങ സമരമാണ്. മുത്തങ്ങ സമരത്തിലെ നേതാവായ സി കെ ജാനുവിനും ഇതിന്റെ ഈ സിനിമയിലെ നായിക കഥാപാത്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നായികമാരിൽ ഒരാളായ ആര്യ സലീം അവതരിപ്പിച്ചിരിക്കുന്ന സി കെ ശാന്തി എന്ന കഥാപാത്രം, ഈ ആര്യ സലീമിനും സി കെ ജാനുവിനും തമ്മിലുള്ള ഒരു സാമ്യം ഉണ്ടല്ലോ, ഒരു ഫേഷ്യൽ റിസംബ്ലൻസ്, അതൊക്കെ ശരിക്കും അത്ഭുതമായി തോന്നി. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അവരെ കാസ്റ്റിംഗ് കൈവന്നിരിക്കുന്നത്. ആര്യ സലീമിനെ പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, ഈ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആണ് പുള്ളിക്കാരി കാഴ്ചവെച്ചിരിക്കുന്നത്. ഒറ്റ സീൻ മതി, ഈ പോലീസുകാർ ഈ മന്ത്രിമാരുമായിട്ട് നെഗോഷിയേഷൻ കഴിഞ്ഞതിന് ശേഷം ആര്യ സലീം അവതരിപ്പിക്കുന്ന സി കെ ശാന്തി എന്ന കഥാപാത്രവും ബാക്കിയുള്ള സമരക്കാരും കൂടി അവരുടെ ക്യാമ്പിൽ നിന്ന് നെഗോഷിയേഷൻ കഴിഞ്ഞ് ഇവര് ഒത്തുതീർപ്പിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങിപ്പോകുന്നുണ്ട് നെഗോഷിയേഷന്റെ ഇടയ്ക്ക് നിന്ന്. ആ ഇറങ്ങി പോകുന്ന സമയത്ത് പുറത്ത് മുഴുവൻ പോലീസുകാർ ഇങ്ങനെ ഫുൾ യൂണിഫോമിൽ കാവൽ നിൽക്കുകയാണ്, ഇവരുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സീനിൽ ഇത്രയും പോലീസുകാരുടെ ഇടയിൽ കൂടി ഇവര് രണ്ടുപേര് മാത്രമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നൊരു സീനുണ്ട്.
അതിൽ പുള്ളിക്കാരിയുടെ കണ്ണിൽ നമുക്ക് ആ തീക്ഷ്ണത കാണാൻ കഴിയും. അവരുടെ ആ സമയത്തുള്ള ആറ്റിറ്റ്യൂഡ്, അവരുടെ സമയത്തുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് ഗംഭീര പെർഫോമൻസ് ആണ്. ആ ഒറ്റ സീൻ മതി പുള്ളിക്കാരി ഈ സിനിമയിൽ എന്താണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഈ സിനിമയിലുള്ള പവർ എന്താണ് എന്ന് കാണിക്കാൻ ആ ഒറ്റ സീൻ തന്നെ വെർത്തായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ആര്യ സൽമാനെ പോലെ തന്നെയാണ് ഇതില് സുരാജ് വെഞ്ഞാറമൂട് ആയിക്കോട്ടെ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കഥാപാത്രം ഇതില് DIGയുടെ വേഷം ചെയ്തിരിക്കുന്ന ചേരൻ എന്ന് പറയുന്ന തമിഴ് ആക്ടർ, പ്രൊഡ്യൂസർ, ഫിലിം മേക്കർ. നമുക്കറിയാം പുള്ളി നാഷണൽ അവാർഡും ഒരുപാട് സ്റ്റേറ്റ് അവാർഡും ഒക്കെ നേടിയിട്ടുള്ള ഒരു പ്രൂവൻ ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ്. പുള്ളിയുടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണിത്. അപ്പൊ ചേരൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ അഭിനയം, സുരാജ് വെഞ്ഞാറമൂട് കുറച്ച് സീനുകളേ ഉള്ളൂ, താരതമ്യേന ചെറിയ റോളാണെങ്കിൽ പോലും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പെർഫോമൻസ് പുള്ളിയും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ടൊവിനോയിലേക്ക് വരുമ്പോ ആദ്യ പകുതി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യന്റെ ജീവിതവും സാഹചര്യങ്ങളും, അതിൽ നിന്നൊരു പെട്ടെന്നൊരു ഷിഫ്റ്റ് ചെയ്ത് തനിക്കിഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ ഒരു നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ടൊവിനോ കാണിക്കുന്ന ഒരു ട്രാൻസിഷൻ. ആ ട്രാൻസിഷൻ വളരെ ഗംഭീരമായിട്ട് വളരെ പക്വതയോടുകൂടി തന്നെ പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോ ടൊവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന, ടൊവിനോയിലെ ആക്ടറിനെ ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ടൊവിനോയ്ക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സംശയമാണ്. ഇപ്പൊ ഇതിനു മുന്നേ വന്ന ARM ആണെങ്കിൽ പോലും, ARMലെ മണിയൻ എന്ന കഥാപാത്രം, അങ്ങനെ ടൊവിനോയിലെ ആക്ടറിനെ ചലഞ്ച് ചെയ്യുന്ന അദൃശ്യജാലകങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം. അപ്പൊ അങ്ങനെ ടൊവിനോയിലെ ആക്ടറിനെ ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ അദ്ദേഹത്തിന് ഇനിയും കിട്ടണം എന്ന് തോന്നിപ്പോയി ഈ സിനിമ കണ്ടപ്പോ. അപ്പൊ ഇവരുടെയൊക്കെ ശക്തമായിട്ടുള്ള പെർഫോമൻസുകൾ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ മുങ്ങിപ്പോകാവുന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരു വേഷമായിട്ട് പോലും അതിനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സ്ക്രീനിൽ പ്രതിഫലിപ്പിച്ച ഒരു ആക്ടറിനെ കൂടി ഇവിടെ മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. പ്രണവ് തിയോഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെയിലറിലൊക്കെ കാണുന്ന ആ ഒരു ഫൈറ്റിന്റെ ഇടയിലൊക്കെ കുന്തമൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു വ്യക്തി, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. നമുക്ക് അടയാർ താമി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പടം കഴിഞ്ഞിറങ്ങിയാലും ആ കഥാപാത്രവും പുള്ളിയുടെ പെർഫോമൻസും ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നേ, അത്രയ്ക്ക് ഭംഗിയായിട്ട് പുള്ളി ഈ സിനിമയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പടം അതിന്റെ പീക്ക് ലെവലിൽ എത്തുന്നത്, അല്ലെങ്കിൽ പടത്തിന്റെ ഏറ്റവും സോൾ, പടത്തിന്റെ ഏറ്റവും ആത്മാവ് എന്ന് പറയുന്നത് ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിലേക്കുള്ള ഒരു ബിൽഡപ്പ് ആണ്. അതിനുവേണ്ടി മാത്രം ഈ പടം കാണാൻ പോയാലും തെറ്റില്ലെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പടം എന്തുകൊണ്ട് തിയേറ്ററിൽ കാണണം, അല്ലെങ്കിൽ ഈ പടത്തിന്റെ മെയിൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ ക്ലൈമാക്സ്, അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് എത്തുന്ന ആ ഒരു കലാപത്തിന്റെ സീനാണ്. നമുക്കറിയാം ഇതിന്റെ സ്റ്റോറിയുടെ ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ട്. മുത്തങ്ങ സമരത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഏതൊരാൾക്കും അറിയാവുന്നതാണ്. അപ്പോ ആ ഒരു കലാപത്തിന്റെ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അത് സിനിമയിലേക്ക് എങ്ങനെയാണ് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ കലാപത്തെ, അവിടുത്തെ എന്താ പറയാ, അവിടുത്തെ പീഡിതരുടെ, മർദ്ദിതരുടെ ഒക്കെ കഥ എങ്ങനെയാണ് സിനിമയിൽ വിഷ്വലൈസ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട ഒരു സംഭവമാണ്. അവർ ആ എൻറ്റയർ സീക്വൻസ് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായിട്ടാണെന്ന് ഫീൽ ചെയ്തു. ആ സീൻ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ആ കലാപത്തിന്റെ ആ ഒരു വിഷ്വലിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാധനം വരും. അവിടെയാണ് ശരിക്കും ഈ സിനിമയുടെ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പടത്തിന്റെ ഏറ്റവും സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് പോരായ്മകൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പരിമിതികൾ എന്ന് എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ ഫസ്റ്റ് ഹാഫ് ശരിക്കും ഈ സിനിമയുടെ ഒരു മെയിൻ പരിപാടികൾ അല്ലെങ്കിൽ മെയിൻ കഥ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫിൽ നായക കഥാപാത്രത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഒരു പ്രണയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് എത്രത്തോളം എനിക്ക് കഥയുമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്ക് അധികം വർക്കാവാത്തൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഉണ്ടായത്. ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ച് ഈ പടത്തിന് വേണ്ടി പോയതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അനുഭവപ്പെട്ടത്. പിന്നെ നായക കഥാപാത്രത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി, അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായ അവസ്ഥ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ആയി ആൾക്കാരിലേക്ക്, എത്രത്തോളം ആ ഒരു ഫീൽ കിട്ടി എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വ്യക്തിപരമായിട്ട് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് എന്നുള്ള നിലയിൽ അനുഭവപ്പെട്ടതുകൊണ്ടായിരിക്കാം അത്. പക്ഷെ ഇതൊന്നും സിനിമയുടെ ആസ്വാദനത്തെ അല്ലെങ്കിൽ സിനിമയുടെ ടോട്ടാലിറ്റിയെ ബാധിക്കുന്നതേയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലൈമാക്സിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ക്ലൈമാക്സിന്റെ ആ ഒരു കലാപം സീൻ തന്നെ ഈ പടത്തില് ടോട്ടലി വെർത്താണെന്ന് ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ്. തമിഴിൽ ചില സിനിമകൾ കാണുമ്പോൾ, അതായത് ഈ ജയ് ഭീം, വിസാരണ, വിടുതലൈ പോലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മലയാളത്തിൽ എന്തുകൊണ്ടാണ്
ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന, ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഈ മർദ്ദിതർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിനിമ എന്തുകൊണ്ട് മലയാളത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് നായാട്ട്, പട തുടങ്ങിയ സിനിമകൾ ഉണ്ടെങ്കിൽ പോലും, ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഒരു കുറച്ചുകൂടി ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അവിടെയാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമ ഒരു തൻ്റെതായ ഒരിടം, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഇടം മലയാളത്തിൽ സൃഷ്ടിച്ചത് എന്ന് തോന്നുന്നത്. അപ്പോ ഇതൊന്നും ഞാൻ പറഞ്ഞ ഈ എനിക്ക് വർക്കാവാത്ത പോരായ്മകളൊന്നും ഈ പടത്തിന്റെ ആസ്വാദനത്തിനെ ബാധിക്കുന്നതേ ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഇനിയും ഇതുപോലെ അശരണരുടെ, മർദ്ദിതരുടെ, പീഡിതരുടെ കഥകൾ പറയുന്ന സിനിമകൾ വരണം. നമുക്ക് ആടുജീവിതം വായിക്കുമ്പോൾ അല്ലെങ്കിൽ പുലയപ്പാട്ട് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുക എന്ന് പറയില്ലേ, നമ്മൾ അനുഭവിക്കുന്ന ജീവിതം എത്രയോ സുന്ദരമായ ജീവിതമാണ്, എത്രയോ പ്രിവിലേജുകൾ അനുഭവിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിക്കുന്ന ചില കഥകളില്ലേ. അങ്ങനെയുള്ള കഥകൾ സിനിമയാവുമ്പോൾ അതിനൊരു പ്രത്യേക പഞ്ചാണ്. അങ്ങനെയുള്ള സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ. പിന്നെ ഇതിനോടൊപ്പം ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടതിന് ശേഷമോ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നതിന് മുൻപോ നിങ്ങൾ മുത്തങ്ങ സമരത്തെ കുറിച്ച് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. മുത്തങ്ങ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമരമാണത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതിന് ഒത്തിരി യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാൻ റിസർച്ച് ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഡോക്യുമെന്ററി ചെങ്ങറ ഭൂസമരത്തെ കുറിച്ച് ഞങ്ങളെടുത്ത ഡോക്യുമെന്ററിയുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ എന്താണ് തോന്നിയതെന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് തോന്നിയ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ പറയാൻ വേണ്ടി കമന്റ് ബോക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല സിനിമകൾ സംഭവിക്കട്ടെ, നമുക്കിതുപോലെ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഇടം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.